അപ്പോൾ ഇത്രയും വിവരണങ്ങളിൽ നിന്ന് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യം നിങ്ങൾ മനസ്സിലാക്കി എന്ന വിശ്വാസത്തിൽ കുറച്ച് പ്രീവിയസ് മോഡൽ ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. ഉത്തരം പറയാൻ കഴിയുമോ നിങ്ങൾ നോക്കൂ. ഒരു ചോദ്യം എന്താ വരുന്നു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ ആണോ? രാജേന്ദ്ര പ്രസാദ് ആണോ? അതോ ഡോക്ടർ BR അംബേദ്കർ ആണോ? ഒരു സംശയവും വേണ്ട, സി ഓപ്ഷൻ തന്നെയാണ് ഇവിടെ ഉത്തരം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. PSCയുടെ സ്ഥിരം ചോദ്യമാണ്. അപ്പോൾ ബാക്കിയുള്ള 3 പേരെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോവുക. ജവഹർലാൽ നെഹ്റു ആമുഖത്തിൻ്റെ ശില്പി, സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ ശില്പി, ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ ശില്പി. ഇത്രയും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കൂ നിങ്ങൾ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇവിടെ കിടക്കുന്ന ബാക്കി ഓപ്ഷനിൽ കിടക്കുന്ന 3 പേരെ കുറിച്ച് ഓരോ ചോദ്യങ്ങൾ പഠിച്ചു വയ്ക്കൂ. ജവഹർലാൽ നെഹ്റു ആമുഖത്തിൻ്റെ ശില്പി, സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ ശില്പി, ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ ശില്പി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടോ? മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യണേ പ്ലീസ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോവുകയാണ്. നോക്കൂ നിങ്ങൾ, അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ച് പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദ്യം വരുന്നത്. നോക്കടോ, ഓരോന്നും ഒന്ന് നമുക്ക് മനസ്സിലാക്കി തന്നെ പോകണം. ഞാൻ ശരിയാണെങ്കിൽ അവിടെ ടിക്ക് ഇടാം, തെറ്റാണെങ്കിൽ ഇൻഡു ഇടാം. 1946 ഡിസംബർ 9 ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക ചെയർമാനായി തെരഞ്ഞെടുത്തു. ശരിയല്ലേ? അത് അദ്ദേഹമല്ലേ ഇടക്കാല അധ്യക്ഷൻ, താൽക്കാലിക അധ്യക്ഷൻ? 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. ആ സ്റ്റേറ്റ്മെന്റ് അബ്സല്യൂട്ട്ലി റൈറ്റ് ആണ്. നോക്കൂ, രണ്ടാമത്തത് 1946 ഡിസംബർ 11 ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. തെറ്റല്ലേ ആ പ്രസ്താവന? 11 13 അദ്ദേഹം അവതരിപ്പിച്ചത്. പഠിക്കണം. 1946 ഡിസംബർ 13 അദ്ദേഹം എന്തവതരിപ്പിച്ചത്? ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. അപ്പോൾ ആ പ്രസ്താവന തെറ്റ്. നമുക്ക് തെറ്റാണ് വേണ്ടത്, ശരിയല്ലാത്തതാണ് വേണ്ടത്. അപ്പോൾ 2 കിട്ടി. 3 നോക്കാം. 1947 ഓഗസ്റ്റ് 29 ഭരണഘടനാ നിർമ്മാണ സമിതി ഡോക്ടർ BR അംബേദ്കറുടെ അധ്യക്ഷതയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. ശരിയല്ലേ? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് 1947 ഓഗസ്റ്റ് 29 തന്നെ. അതിൻ്റെ അധ്യക്ഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ഡോക്ടർ BR അംബേദ്കർ തന്നെയാണ്. അപ്പോൾ ഇവിടെ ശരിയല്ലാത്ത ഒറ്റ പ്രസ്താവനയേ ഉള്ളൂ, അത് സി ആണ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. only 2, 2 മാത്രം ശരിയല്ല, തെറ്റ്. ഓക്കെ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മനസ്സിലാക്കി പോകണം കേട്ടോ. ഇതെല്ലാം പ്രീവിയസ് ചോദ്യങ്ങളും ചിലത് മോഡൽ ചോദ്യങ്ങളുമാണ്. നന്നായി പഠിക്കണം. ഇപ്പൊ പറഞ്ഞൊക്കെ പ്രീവിയസ് ചോദ്യങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്ത്, അത് പെയറായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. 2 ഡേറ്റും വേണം. ഇന്ത്യൻ ഭരണഘടന നോക്കൂ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്തത്. അപ്പൊ 2ഉം വേണ്ടേ? അംഗീകരിക്കുന്നതും വേണം, നടപ്പിലാക്കുന്നതും വേണം. അപ്പൊ അംഗീകരിച്ചത് ഏതാണ് നിങ്ങൾക്കറിയാം? നവംബർ 26, 1949. നിലവിൽ വന്നത് അല്ലെങ്കിൽ നടപ്പിലാക്കിയത് ജാനുവരി 26, 1950. അപ്പോൾ സി ഓപ്ഷനിലെ ഇവിടുത്തെ ആൻസർ തീർച്ചയായിട്ടും കറക്റ്റ്. നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് അത് വിശദീകരിക്കേണ്ടതില്ല. ഇതൊക്കെ നമ്മൾ വിശദമായി സിലബസിൽ പഠിച്ചതാണ്. ഇതാ വരുന്നു സ്റ്റേറ്റ്മെന്റ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു തന്നെ പോകണം. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ, നമ്മുടെ കീവേഡ് എന്താണ്? ശരിയായ പ്രസ്താവന ഏവ അല്ലെങ്കിൽ ഏത്? ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ച രൂപരേഖയുടെ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ശരിയല്ലേ ആ പ്രസ്താവന? ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രകാരമല്ലേ, ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരമല്ലേ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്. ശരിയാണ്. സാർവത്രിക വോട്ടവകാശത്തെ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. അത് തെറ്റാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്ത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ അടിസ്ഥാനമാക്കിയല്ല. അവിടെ
അല്ലാതെ ഓരോ അവിടെ പ്രത്യേകിച്ച് ബ്രിട്ടീഷ് പ്രവശ്യകളിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ അവിടെ പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെയും രാജ്യങ്ങളിൽ നിന്ന് അവിടെ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന രീതിയിലൂടെയൊക്കെയാണ് അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. അപ്പോൾ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അല്ല, തെറ്റാണ്. അടുത്ത 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ സ്ഥാപിക്കപ്പെട്ട പ്രവശ്യാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. ശരിയാണ്, ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെയാണ് അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. ഇനി ജനസംഖ്യ ആനുപാതികമായി ഓരോ പ്രവിശ്യയ്ക്കും നാട്ടുരാജ്യത്തിനും സീറ്റുകൾ അനുവദിച്ചിരുന്നു. ശരിയാണ്, ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ പ്രവിശ്യയ്ക്ക് എത്ര സീറ്റ് വേണമെന്ന്, നാട്ടുരാജ്യങ്ങൾക്ക് എത്ര സീറ്റ് വേണമെന്ന് തീരുമാനിച്ചിരുന്നത്. അപ്പം നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനയല്ലേ? അപ്പോൾ 1ഉം 3ഉം 4ഉമല്ലേ ശരി? 1ഉം 3ഉം 4ഉം എന്ന് പറയുന്ന ഡി അല്ലേ ഇവിടെ ഉത്തരമായി വരുന്നത്? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ജോഡികൾ. ശരിയായ ജോഡി കണ്ടെത്തുക, അല്ലെങ്കിൽ ചേരുംപടി ചേർക്കുക. ശരിയായ ജോഡി ഒന്ന് നിങ്ങൾ പറഞ്ഞേ. മൗലികാവകാശ ഉപസമിതി, എന്നിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ്. അത് തെറ്റാണ്. മൗലികാവകാശ ഉപസമിതിയുടെ ചെയർമാൻ ദാ കിടപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ ഇടാം. മൗലികാവകാശ ഉപസമിതിയുടെ ചെയർമാൻ JB കൃപലാനിയാണ്. അപ്പൊ ആ ജോഡി തെറ്റാണ്. രണ്ടാമത്തെ പ്രവശ്യ ഭരണഘടനാ സമിതിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു, തെറ്റാണ് ആ ജോഡി. പ്രവശ്യ ഭരണഘടനാ സമിതിയുടെ ചെയർമാൻ ദാ കിടപ്പുണ്ട്, ബി ഇവിടെയാണ് വരുന്നത്. സർദാർ വല്ലഭായ് പട്ടേലാണ് പ്രവശ്യ ഭരണഘടനാ സമിതിയുടെ ചെയർമാനായി വരുന്നത്. സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ശരിയാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി, റൂൾ ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി, ഫ്ലാഗ് കമ്മിറ്റി, ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി, ഇതെല്ലാം ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അപ്പോൾ അത് ശരിയാണ്. യൂണിയൻ ഭരണഘടനാ സമിതി ചെയർമാൻ തെറ്റാണ്, കൃപലാനി അല്ല. യൂണിയൻ ഭരണഘടനാ സമിതി ചെയർമാൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. നമ്മൾ പഠിപ്പിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞതാണ്. യൂണിയൻ എന്ന വാക്കോ സ്റ്റേറ്റ് എന്ന വാക്കോ തുടങ്ങുന്ന ഒരു കമ്മിറ്റി ആണെങ്കിൽ ജവഹർലാൽ നെഹ്റു ആണ്. യൂണിയൻ സ്റ്റേറ്റ് കമ്മിറ്റി, യൂണിയൻ പവർ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി, ഇതിൻ്റെ എല്ലാം ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ഇവിടെ ശരിയായത് ജോഡി ഒന്നേ ഉള്ളൂ, അത് സി ആണ്. ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സി ആണ് കറക്റ്റ് ഉത്തരം. സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ബാക്കിയുള്ള തെറ്റായിട്ടുള്ളത് നിങ്ങൾ ശരിയായിട്ടൊന്ന് യോജിപ്പിച്ചു വെച്ചോളൂ, പരീക്ഷയ്ക്ക് ചോദിക്കും. മൗലികാവകാശ ഉപസമിതി കമ്മിറ്റി ചെയർമാൻ JB കൃപലാനി, പ്രവശ്യ ഭരണഘടനാ സമിതി ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേൽ, സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, യൂണിയൻ ഭരണഘടനാ സമിതി ചെയർമാൻ ജവഹർലാൽ നെഹ്റു. ക്ലിയർ അല്ലേടോ? അടുത്ത നോക്ക്. ഭരണഘടനാ അസംബ്ലി രൂപീകരിച്ചത് ഡാഷിന്റെ വ്യവസ്ഥകൾക്ക് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ്. ഒരു സംശയവും വേണ്ട, ബി ഓപ്ഷൻ അല്ലേ. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ചല്ലേ. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്, അത് കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ഇനി നോക്കൂ, 1940, ഇത് പാഠപുസ്തകത്തിലെയാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങൾ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമ സംഹിത. ഈ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. നമുക്കറിയാം ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരം. നോക്കൂ, ഒരു ചാർട്ട് കൊടുത്തിരിക്കുന്ന നോക്കൂ. ഭരണഘടനാ നിർമ്മാണ സഭ, അത് നിങ്ങൾ ഇങ്ങനെ എടുക്കുക. ഭരണഘടനാ നിർമ്മാണ സഭ, അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. പ്രധാന ചോദ്യമാണ്. അതുപോലെ തന്നെ ഇതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ അധ്യക്ഷൻ, ആദ്യ ചെയർമാൻ. തെരഞ്ഞെടുക്കപ്പെട്ട എന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയൊന്നും പറയൂല. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇനി എത്ര സമയം കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്? പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. 2 വർഷം 11 മാസം 17 ദിവസവും കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. 1946 ഡിസംബർ മാസം 9-ാം തീയതി തുടങ്ങി. ഡിസംബർ മാസം 9-ാം തീയതി തുടങ്ങി. 1946 ഡിസംബർ 9 മുതൽ 1949 നവംബർ 26 വരെ, അന്നല്ലേ അംഗീകരിക്കപ്പെട്ടത്. 1949 നവംബർ 26 വരെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറായത്. അതുകൊണ്ടാണ് 2 വർഷം 11 മാസം 17 ദിവസം എന്ന് പറയുന്നത്.
ഇനി ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് എന്നാണ്? അംഗീകരിച്ചത് 1949 നവംബർ 26 ഭരണഘടന നിലവിൽ വന്ന 1950 ജാനുവരി 26 അതാണ് ഇന്ത്യ റിപ്പബ്ലിക്കായി എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാർട്ട്. ഒന്ന് ഓർത്ത് വെച്ചോളൂ. സിമ്പിളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്.